നിഴൽ യുദ്ധങ്ങളുടെ സൂത്രധാരൻ. ലെബനിൽ ഹിസ്ബുള്ളയെയും യമനിൽ ഹൂത്തിയെയും സിറിയയിലും ഇറാഖിലും സായുധ സേനകളെയും തീവ്രവാദത്തെയും വളർത്തി വലുതാക്കിയ 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റിനെ ഇസ്രായേൽ തീർത്ത് കെട്ടിയിരിക്കുകയാണ്. കൊട്ടാരത്തിലെത്തിയാണ് ഇസ്രായേൽ തീർത്തത്. ഇപ്പോൾ പലരും പറയുന്നത് തീർത്തതിന് ശേഷം മൃതദേഹവും കൊണ്ട് ഇസ്രായേൽ പറന്നു എന്നുള്ളതാണ്. ഇനി മൃതദേഹം ഇസ്രായേലിലാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഖമനേയി മാത്രമല്ല, മകൾ, പേരക്കുട്ടി, മകളുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇറാന്റെ പതനം തുടങ്ങിയോ? പതനം തുടങ്ങിയെന്നാണല്ലോ നേരത്തെ പറഞ്ഞു. 9 മാസം മുമ്പ് അമേരിക്കയും ഇസ്രായേലും കൂടി ഒരു യുദ്ധം നടത്തിയല്ലോ, തകർത്തു. ഇസ്രായേൽ തീർന്നു എന്നാണല്ലോ അവരന്ന് അവകാശപ്പെട്ടത്. പിന്നെ എന്തിനാ രണ്ടാമത് ഈ 9 മാസം കഴിഞ്ഞ് വീണ്ടും ഈ കോലാഹലം നടത്തുന്നത്? ഇനി 9 മാസം കഴിയുമ്പോൾ കുടുംബം നടത്താനുള്ള ഈ മഹാമാഘം എന്ന് പറയുന്ന പോലെയുള്ള സംഭവമാണ്. അതിൽ കാര്യമുണ്ട്. അതായത് ഈ ഇസ്രായേലും അമേരിക്കയും കൂടി ചർച്ചകൾ നടത്തി 2 തവണ, മസ്കറ്റിലും ജനീവയിലും 2 ചർച്ചകൾ പരാജയപ്പെട്ടു. അതിൽ അവർ പറഞ്ഞത് ഫൊർദോ, ഇസ്തഹാർ, നദാൻസ് ഈ 3 സ്ഥലങ്ങളിലുമുള്ള ഇറാന്റെ ആണവ സമുഷ്ടികരണം, അതായത് 90% അവർ സമ്പുഷ്ടീകരിച്ച ആണവം അമേരിക്കയ്ക്ക് ഇസ്രായേലിനോ കൈമാറണം. മാത്രമല്ല, ഈ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ ഭാഗമായി ഇവരുടെ സൈനികരും ശാസ്ത്രജ്ഞന്മാരും അടക്കം നിരവധി പേർ ഇറാന്റെ കൊല്ലപ്പെട്ടു. എന്നിട്ടും അത് നിർത്താൻ ഇവർ തയ്യാറായില്ല. ഇറാനെ പോലൊരു രാജ്യത്തിന് 90% ആണവായുധം സമ്പുഷ്ടീകരണം ഉണ്ടെങ്കിൽ അത് ലോകത്തിന് വലിയ നാശമുണ്ടാക്കും എന്നാണ് ഇസ്രായേലും ട്രംപ് പറയുന്നത്. മറ്റൊന്ന്, ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് ഈ പ്രോക്സികളെ വളർത്തുന്നതിനും ഇവർക്ക് വേണ്ട ഫണ്ടിങ് നൽകുന്നതും ഇറാനാണ്. ഇത് നിർത്തണം. ഇത് രണ്ടുമായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. അമേരിക്കയ്ക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അമേരിക്കയുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇറാനിൽ നടപ്പിലാക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു ജനത, അവർ പറയുന്നതാണ് ആണവ സമ്പുഷ്ടീകരണം നിങ്ങൾ ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് തന്നെ നാശമാണ് എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവിടെയാണ് അത് നടപ്പിലാക്കാൻ ഇറാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അത് സംയുക്ത ആക്രമണമായിരുന്നു എന്ന് പിന്നീട് പുറത്തു വരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ളത്. ഇതാണ് ഇതിലെ സംഭവം. ഓക്കെ, സമ്മതിച്ചു, കേട്ടു. ഞാൻ ആദ്യം ഒരു കാരണം, നമ്മുടെ മാധ്യമങ്ങളെല്ലാം വരുത്തുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ വസ്തുതാവിരുദ്ധതയല്ല, മറിച്ച് എല്ലാവരും ഖമേനിയെ കൊന്നു. ഖമേനി നേരത്തെ സ്വാഭാവികമായിട്ടും മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളെ വീണ്ടും കൊല്ലേണ്ട കാര്യം എന്തെന്ന്? ഈ ആളിന്റെ പേര് 86 വയസ്സുള്ള ഈ ആയത്തുള്ളയുടെ പേര് ഖമനേയി എന്നാണ് മലയാളത്തിൽ നമുക്ക് പറയാവുന്നത്. ശരിക്കും അലി ഖമനേയി. പേർഷ്യൻ ഭാഷയിൽ ശരിയായ ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഖം ന ഇ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എല്ലാ പേരും കമേനി പേരിൽ എന്തിരിക്കുന്നു, അയാൾ കൊല്ലപ്പെട്ടു, അയാളുടെ കുടുംബാംഗങ്ങളെയും കൊന്നു, അത് വരുത്തി. എന്തായാലും കട്ടിലോട് കൂടി എടുത്തോണ്ട് പോയില്ല അമേരിക്ക. ഇതുപോലെ വെനിസുലൻ മഡൂറയെ കൊണ്ടുപോയതുപോലെ അങ്ങനെ കൊണ്ടുപോയില്ല. ഭാഗ്യം. പിൻഗാമി ഇദ്ദേഹത്തിന്റെ 55 വയസ്സുള്ള ആയത്തുള്ള മുജീബ് ഖമനേയി മകനാണ്. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഒരുത്തിനെ കൊന്നു. ഇതാണ് അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വമ്പൻ സൈനിക ശേഷിയുള്ള ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന മഹത്തായ കാര്യം. ഇതാണ് ഇതിന്റെ ഫലം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രശ്നങ്ങളെല്ലാം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രാജ്യം നമ്മുടെ തൊട്ടയലത്ത് തന്നെ ഉണ്ടല്ലോ. അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെയും അതുപോലെ കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നുകൊണ്ട് അത് വലിയ വീരകൃത്യമായിട്ട് കൊണ്ടാടുകയും ഇസ്ലാമിക് ബോംബ് നിർമ്മിച്ചിട്ട് ഭീകരന്മാരെ വളർത്തിക്കൊണ്ടിരിക്കുകയും ലഷ്കർ ഇ തോയ്ബയെ വളർത്തുന്ന ആരാ? അതുപോലെ തന്നെ കാശ്മീരിലുള്ള ഭീകരവാദികൾ എന്ന് പറയുന്ന അതിൻ്റെ എല്ലാം പേരെനിക്ക് ഓർമ്മയില്ല, അതിനെയെല്ലാം വളർത്തുന്ന, അൽ ഖയ്ദയെ പാലൂട്ടി വളർത്തുന്ന ഇതിനെല്ലാം പ്രേരകമായി നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ അടുത്തുണ്ടല്ലോ. അതിനെയും കൂടി ഇതുപോലെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ 100 വട്ടം അവരെ കൈയടിച്ച് അഭിനന്ദിച്ചേനെയും. ഇസ്രായേലിന് എന്താ അങ്ങോട്ട് നോക്കാത്തത്? ഇസ്രായേലിന്റെ പ്രശ്നമല്ല സാർ അത്. ഇസ്രായേൽ പറയുന്നുണ്ട്, ഇസ്രായേൽ 90കളിൽ പറഞ്ഞു, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരൂ, ഞങ്ങൾക്ക് വരുന്ന വിമാനങ്ങൾക്ക് ഫ്യുവൽ നിറയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കൂ, ഞങ്ങൾ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരവും പാകിസ്ഥാനെയും തീർത്തു തരാമെന്ന്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് കേട്ടില്ല, അതിനുള്ള സൗകര്യം ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ് സാർ? അവർ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ ഇസ്രായേലിൽ
ജനങ്ങൾ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ്? തോക്കുമായാണ് പുറത്തിരുന്നത്. കാരണം ഏത് നിമിഷവും അവർക്ക് അപകടം സംഭവിക്കാം. 2023 എന്താണ് സാർ സംഭവിച്ചത്? 2023 ഒക്ടോബർ 27 ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകരന്മാർ അവിടെ ഒരു സംഗീത പരിപാടി നടക്കുന്നു. അവിടേക്ക് ഓടിക്കേറി 1500ഓളം പേരെയാണ് തീർത്തത്, ഇല്ലാതാക്കിയത്. അതിലാർക്കും വേദനയില്ല. അമേരിക്ക നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന തിന്മയുടെ പ്രതീകം തന്നെയാണ് ട്രംപ്. അതിലൊരു സംശയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പോട്ടെ, ഞാൻ മറ്റൊന്ന് ചോദിക്കാം. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടല്ലോ, ഇപ്പോൾ വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുക. അതായത് നിലനിൽപ്പിൻ്റെ വലിയൊരു ചോദ്യം അവരുടെ മുമ്പിൽ ചൂർന്നു നിൽക്കുക. അങ്ങോട്ടെന്താ അമേരിക്ക പോകാത്ത? അവിടുത്തെ കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം ഈ പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ വന്ന് കൊന്നല്ലോ. അങ്ങോട്ടൊരു ശ്രദ്ധ പോകാതെ അവിടെ രക്ഷിക്കണമെന്നും പറഞ്ഞ് പോകാത്ത എന്താ? അഫ്ഗാനിസ്ഥാനെ ഇസ്രായേലിനെ മാത്രം രക്ഷിച്ചാൽ മതി, അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കുക. പണ്ടിങ്ങനെ പോയതാണല്ലോ രക്ഷിക്കാനെന്നും പറഞ്ഞ്. റഷ്യൻ പിന്തുണയുള്ള ഡോക്ടർ നജീബുള്ള അവിടെ ഭരണാധികാരിയായിട്ട് വന്നപ്പോൾ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലേ അൽ-ഖ്വയ്ദയെ നിങ്ങൾ സൃഷ്ടിച്ചത് അമേരിക്കക്കാരാ? അതിൻ്റെ കൈകൊണ്ടല്ലേ നിങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ 2000 പേരുടെ ഹത്യക്കിടയാക്കിയ വലിയൊരു ഭീകരവാദത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ തന്നെ അല്ലേ? ആരാ ഉസാമ ബിൻ ലാദനെ പാലൂട്ടി വളർത്തിയത്? അവർക്കെതിരായിട്ട് നിങ്ങൾ തന്നെ അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ആയത്തുള്ള ഖമേനിയെ കൊന്നതിൻ്റെ ഫലമായിട്ട് ചാവേർ സംഘങ്ങൾ ലോകം മുഴുവൻ ഭീതി വിതയ്ക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ കൊല്ലപ്പെടുന്നത് ലോകമെങ്ങും ജോലിക്കായിട്ടും സുരക്ഷിതത്വത്തിനായിട്ടും പഠിക്കാനായിട്ടും പോകുന്ന ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഇപ്പം നോക്കൂ, നമ്മൾ വിമാനത്താവളത്തുമ്പോൾ അവിടെ തപ്പുന്നു ഇവിടെ തപ്പുന്നു, മുഴുവൻ തപ്പി എത്ര നേരം ആ സെക്യൂരിറ്റി ചെക്കിന് നമ്മൾ എടുക്കുന്നത്? ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ഈ അമേരിക്കയാണ്. ഭീകരവാദത്തിന് വളമിട്ട് കൊടുത്ത, റഷ്യയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി ഭീകരവാദത്തിന് വളമെടുത്തു കൊടുത്ത അമേരിക്കയാണ്. അതിനേക്കാൾ അപകടകരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. തീവ്രവാദ സംഘങ്ങളുടെ 9 കൂടാരങ്ങളെ നമ്മൾ തകർത്തിട്ടുള്ളൂ. അതിന് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അവരുടെ പ്രിയപ്പെട്ട രാജ്യമായിട്ട് മാറുന്നത് എന്താണ്? ഇപ്പൊ ഇസ്രായേൽ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്, ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല. ഇസ്രായേലിനെ രക്ഷിക്കാനല്ല, അത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഇസ്രായേലിനെ രക്ഷിക്കാനല്ല അമേരിക്ക ഇസ്രായേലിനൊപ്പം സംയുക്ത യുദ്ധത്തിന് ഇറങ്ങിയത്. അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. കാരണം അമേരിക്കയ്ക്ക് കൂടി വേണ്ടപ്പെട്ട ഒരാളെ അവിടെ റസാഖ് പൗലവി, അദ്ദേഹത്തെ അവിടെ ഭരിക്കാൻ ഭരണകൂടത്തിൽ നേതൃത്വ നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ അമേരിക്ക എന്ത് പറയുന്നു അത് ചെയ്യുന്ന പാവ സർക്കാരായി മാറും ഇറാനിലെ ഭരണകൂടവും. അതിനാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. ഞാൻ കേട്ട ഒടുവില് ഒരു കാര്യം കൂടെ പറയാം, എന്നിട്ട് സാറിന് അവസരം തരാം. ഈ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമനയുടെ കാര്യം തീർപ്പാക്കി. ആ സമയത്ത് ഇസ്രായേൽ പറയാത്തത് കുറച്ചുകൂടി താമസിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. എന്തായാലും ഖമനയെ ഇനി ഭൂലോകത്തില്ല. ആരെന്തൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുന്നവരും ഈ എന്താ പറയുക, ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നട റോഡിൽ ഇറങ്ങി ഈ തോന്നിവാസം കാണിക്കുന്ന ഒരു ഇറാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഗോവിന്ദമാഷ് പറയുന്നുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ഇത് കേട്ടോണ്ടേ നെതന്യാഹുവും ട്രംപും ഓടി തള്ളിയെന്നാണ് കേൾക്കുന്നത്. എന്തിനാണ് ഈ അപഹാസ്യരാവുന്നത്? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു, ലോകം മുഴുവൻ ആശങ്കയിലാണ്. അതിനിടയ്ക്ക് ഇത്തരം തമാശകളാണ് ഒരുപക്ഷെ ഒരു സെക്കൻഡെങ്കിലും നമ്മളെയൊക്കെ ഒന്ന് അതിൽ നിന്ന് മാറി ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സാർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരു നെറികെട്ട രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അവസാനം തന്നെയാണ്, അവിടുത്തെ ഭീകരവാദികളുടെ അവസാനം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. 27 പേരെ മതം ചോദിച്ചുകൊണ്ട് കൊന്ന നിരപരാധികളെ പുൽവാമയിൽ കൊന്നപ്പോൾ, പഹൽഗാമിൽ കൊന്നപ്പോൾ ആർക്കും പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട, ആർക്കും തെരുവിലിറങ്ങണ്ട, ആർക്കും അനുശോചിക്കേണ്ട, അപലപിക്കേണ്ട. ഇപ്പോ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയ മക്കൾ ഉണ്ടായിരുന്നു പഹൽഗാമിൽ. ഇവരെ ഒന്നും കാണണ്ടേ? ഇവരുടെ ഒന്നും വേദന ആർക്കും കാണണ്ടേ? അത് ഇന്ത്യക്കാരാണെന്നുള്ള ഓർമ്മയെങ്കിലും വേണമായിരുന്നു. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജൂതന്മാർ വേട്ടയാടപ്പെട്ടവരാണ്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കപ്പെടുത്തി. എബ്രാഹിമിക് കരാർ വന്നതോടുകൂടി, ക്യാമ്പ് ഡേവിഡ് കരാർ വന്നതോടുകൂടി അതിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലൊരു കരാർ ഇറാനുമായിട്ടായിരുന്നു എന്നാണ് എൻ്റെ വാദം. പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, ഈ ഷിയാക്കളെന്ന് പറയുന്ന ഇറാനിലെ മുസ്ലിം ജനത ലോകമെമ്പാടും വേട്ടയാടപ്പെടുന്നവരാണ്. വഹാബി മുസ്ലിങ്ങളും മറ്റു മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും എല്ലാം വേട്ടയാടുന്നവരാണ്. ബംഗ്ലാദേശിൽ തന്നെ ഷിയാക്കളെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞായിരുന്നു പ്രകടനം. അവരുടെ പള്ളികളിൽ പകൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, ഇതിപ്പോൾ റമദാൻ മാസമാണ്, പുണ്യമാസങ്ങളിൽ പോലും അവർക്ക് സുരക്ഷിതത്വമില്ല. തീവ്രവാദികൾ, ഈ വഹാബീസ് തീവ്രവാദികൾ അവരെ അൽ-ഖ്വയ്ദ ഉൾപ്പെടെ IS ഉൾപ്പെടെ അവരെ കൊന്നു തള്ളുകയാണ്. അവരുടെ അവകാശത്തിന് വേണ്ടി ആരും വായിക്കുന്ന വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ് ഷിയ വിഭാഗം.
ലോകമെമ്പാടും, ഒരു സംശയമില്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഷിയയുടെ നേതാവല്ലേ ആയത്തുള്ള ഖമനേയി? അതെ, അവരുടെ ആത്മീയ നേതാവാണ്. അവർ വാഴ്ത്തുന്ന ആള്. അത് അവരുടെ മറ്റൊന്ന്. ഇന്ത്യയുടെ ശത്രുക്കളല്ല, ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. ചാബഹാർ തുറമുഖം ഇന്ത്യക്ക് വേണ്ടി നൽകിയ രാജ്യമാണത്. എപ്പോഴും ഇന്ത്യക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു രാജ്യമാണത്. ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ പോലും ഇന്ത്യയുടെ പക്ഷം പിടിച്ചിരുന്ന രാജ്യം. ഇതെല്ലാം സമ്മതിക്കുന്നു. ഇതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഭീകരവാദത്തെ ഇറാൻ വളർത്തിയാലും ഇസ്രായേൽ വളർത്തിയാലും അമേരിക്ക വളർത്തിയാലും പാകിസ്ഥാൻ വളർത്തിയാലും അവരൊക്കെ ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഈ ചരിത്രത്തിലെ ഏറ്റവും പൈശാചികനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിലും പൈശാചികനാണ് ട്രംപ്. ട്രംപിന്റെ സ്വാർത്ഥതകളും അങ്ങനെയാണ്. പക്ഷെ ഇസ്രായേൽ ജനത ഇന്ത്യക്ക് അന്നും ഇന്നും എന്നും പ്രിയപ്പെട്ടവരാണ്. ആ ജനതയ്ക്കൊപ്പം തന്നെയാണ് ലോകം. കാരണം നിലനിൽപ്പിന് വേണ്ടി കാലാകാലങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ തകർക്കാനോ തീർക്കാനോ ഇല്ലാതാക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ളത്. കാരണം ആ ജനം ഓടിക്കൊണ്ടിരിക്കുന്നത് സമ്പത്തിന് വേണ്ടിയോ സൈന്യത്തിന് വേണ്ടിയോ പിന്നെ എന്താ പറയുക, ജനതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യം ഓടുന്നത് അവരുടെ നിലനിൽപ്പിനും എന്താ പറയുക അവരുടെ ജീവനും വേണ്ടിയിട്ടാണ്. അതിന് ഒരു തീരുമാനം ഉണ്ടാകണം. അത് ഇറാനെ നശിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന ഇവർ പേരിട്ട ഈ ഓപ്പറേഷൻ അത് ചെയ്ത രീതി അമേരിക്ക ഇട്ട പേര് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? നമുക്ക് ചർച്ചയ്ക്ക് പോകാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ജനുവയിലേക്ക് വരെ കൊണ്ടുപോയിട്ട് ഇറാൻകാരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ആ ദിവസം തന്നെ ഖമൈനിയെ വധിക്കുക എന്ന് പറയുന്നത് ചേകന്നാറും അതുപോലെ നമുക്കൊരു യോഗത്തിന് പോകാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ കൊന്നിട്ട് അതിൻ്റെ തെളിവിൻ്റെ ഒരു പൊടി പോലും അവശേഷിപ്പിക്കാതെ ചെയ്ത ക്രൂരകൃത്യം പോലെ വൃത്തികെട്ട, ഇന്നും അതിൻ്റെ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടില്ല. അതുപോലൊരു വൃത്തികെട്ട കാര്യമാണ് അവർ ചെയ്തത്. ചതിയാണ് ചെയ്തത്, വൻ ചതി, വൃത്തികെട്ട ചതിയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഈ കാര്യത്തിൽ ചെയ്തത്. ശരിയാണ്, ഇസ്രായേലിനെ ഞാൻ ബഹുമാനിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ ഈ ചെയ്ത രീതി എന്ന് പറയുന്നത് മഹാചെറ്റത്തരമായിപ്പോയി. ഇനി ഇതിൻ്റെ ഫലമായിട്ട് ഇനി അനുഭവിക്കാൻ പോകുന്ന ഭീകരവാദം ആഗോളമായി തീരും. അൽ-ഖ്വയ്ദ ഇറാഖിനെ ആക്രമിച്ചപ്പോൾ IS ഉണ്ടായി. IS വിതച്ച നാശങ്ങൾ നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിനും അതിൻ്റെ പ്രത്യാഘാതമുണ്ടായി. IS-ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അറിയാമല്ലോ. ലവ് ജിഹാദ് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലേ, ഞാൻ പറയണ്ടല്ലോ. കേരള സ്റ്റോറി 2 വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട, അത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് ചെയ്തത് ആലോചനയില്ലാത്ത, ക്രാന്തദർശിത്വമില്ലാത്ത, രാജ്യതന്ത്രജ്ഞതയില്ലാത്ത, സ്റ്റേറ്റ്മാൻഷിപ്പ് ഇല്ലാത്ത പ്രവൃത്തിയായിപ്പോയി. ഇതിൻ്റെ ഫലങ്ങൾ ഇതിനേക്കാൾ വലിയ മാരകമായ ഫലങ്ങളായിരിക്കും. അവിടെയാണ് എനിക്ക് പ്രശ്നം.